ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്യു ചാനൽ. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടോവിനോ തോമസ്, കൈതു ലോഹർ ആൻഡ് ക്യാമിയോ റോളിൽ പൃഥ്വിരാജ് സുകുമാരനും എത്തിയ ചിത്രമായിരുന്നു പള്ളിച്ചട്ടമ്പി. ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ആണ് ടു ബി ഓണസ്റ്റ് വന്നിട്ടുള്ളത്. വിജയവും ഒരുപാടൊന്നും കിട്ടിയിട്ടും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിലെ സോൾ ഓഫ് പള്ളിച്ചട്ടമ്പി എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുവെക്കാം. ടോവിനോ ഇപ്പോൾ അതിരടി സിനിമയിൽ ഒരു വൻ ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ എല്ലാവർക്കും മനസ്സിലാവും. ആൻഡ് ഇത് നോക്കാം. പക്ഷെ ഇതിലും ഓളം ഉണ്ടാക്കിയിട്ടില്ല. നൗഫൽ ആൻഡ് ബ്രിജീഷ് പ്രൊഡ്യൂസ്ഡ് ബൈ. ആ ഫ്രെയിം കൊള്ളാല്ലേ. പൃഥ്വിരാജ്, ജെയ്ക്സ് ബിജോയ് മ്യൂസിക്കൽ. ഇപ്പൊ മലയാളത്തില് ജെയ്ക്സ് ബിജോയുടെ ഒരു ഡൊമിനേഷൻ തന്നെയാണ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിപ്പം ഇമോഷണൽ സോങ്സ് ആവട്ടെ, അല്ലെങ്കിൽ ലവ് സോങ്സ് ആവട്ടെ, അല്ലെങ്കിൽ ആട്ടം പാട്ടമുള്ള സോങ്സ് ആവട്ടെ, അല്ലെങ്കിൽ BGM എല്ലാം വരുമ്പോൾ ജെയ്ക്സ് ബിജോയനാണ്. ഈ പാട്ടും അതുപോലെ തന്നെ ഒരു സോൾ ഓഫ് പള്ളിച്ചട്ടമ്പിയുടെ ഒരു ആത്മാവ് തന്നെയാണ് ഈ ഒരു പാട്ട്. ആ ഒരു സിറ്റുവേഷനിൽ ആ സിനിമയിൽ ഇടുമ്പോഴും ഒരു പതിയെ ഒരു ഭയങ്കര സ്ലോ പിച്ചിൽ പോകുന്ന ഒരു പാട്ടാണ്. ആൻഡ് പടത്തിന്റെ കാര്യങ്ങളൊക്കെ ഇത് എന്താണ് ഈ പാട്ടിന്റെ ഒരു അർത്ഥം എന്ന് പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ബാബുരാജ്, വിജയരാഘവൻ, കമ്മ്യൂണിസ്റ്റ്, ടോവിനോ, നിബ്രാസ് അങ്ങനെ സിനിമയിലൊക്കെ കിട്ടി. കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഇപ്പൊ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരുപാട് പേര് സിനിമയിൽ വരുന്നുണ്ട്. കോണ്ടന്റ് ചെയ്ത് തന്നെ അതിലെ പബ്ലിസിറ്റി വഴി, അതിലെ പ്രേക്ഷക പിന്തുണ വഴി, അതിലെ ഒരു ഫെയിം വഴി ഇപ്പൊ എല്ലാവരും സിനിമയിലൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് വാഴ സിനിമയിലൊക്കെ വന്നത്. ഇപ്പൊ ഡെർബി സിനിമയിൽ അമീനൊക്കെ വന്നത്. ഡെർബിയിലുണ്ട്, പിന്നെ വേറെയും ഒരു സിനിമയിലുണ്ടായിരുന്നു പ്രകമ്പനൻ സിനിമ. ആൻഡ് വാഴയിലും അമീനും ഗ്യാങ്ങും ഉണ്ടായിരുന്നു. നിഹാല്, നിബ്രാസ്, അമീനും ഗ്യാങ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ സിനിമയിലെ ആൾക്കാരെ പുതിയൊരു സിനിമയിലും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ വലിയ സ്റ്റാർ കാസ്റ്റിംഗ് കാര്യങ്ങളില്ലാത്ത സിനിമയാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ആൾക്കാരെ എടുക്കുന്നത്. ടു ബി ഓണസ്റ്റ്, അവർക്ക് നല്ലൊരു കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ നല്ലൊരു അഭിനയിക്കാനുള്ള ആൾക്കാരെ കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ആക്റ്റീവാണ്, ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. കാരണം ഒരു ഭയങ്കര വിസിബിലിറ്റി പ്ലാറ്റ്ഫോമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാല്. ഞാൻ എനിക്ക് ഈ പാട്ടിന് മൊത്തം കാണിച്ചു പോകുന്നുണ്ട് കേട്ടാ. പടം മുഴുവൻ ഉണ്ട് ഇതില്. അത് ശരി, നെടിയെ കൊല്ലണമെന്നും കാണിച്ച ആ പടം മൊത്തം ഉണ്ടെങ്കിൽ പിന്നെ അതും കൂടെ കാണിക്കാൻ തോന്നല്ലേ. ഈ റോള് ഡിജോ ജോസ് ആന്റണി ഫിലിം പള്ളിച്ചട്ടമ്പി പാട്ടും അതുപോലെ ഒരു സോളായിട്ട് പതിയെ പോയല്ലേ. ഒരു ലോല സൗണ്ടിൽ ഒരു സ്ലോ ആയിട്ട് ഈ പടത്തിൽ മൊത്ത കഥയും പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഈ പാട്ടിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ മരിക്കുന്നു, എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. മൊത്തം പറഞ്ഞാൽ പടം കാണുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഈ പാട്ട് കേട്ടാൽ മതി. പടം എന്താണ്, പടത്തിലുള്ളത് എന്താണ്, പടത്തിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് തന്നെയാണ് ഈ പാട്ടിലൂടെ അവർ പറയാൻ ഉദ്ദേശിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോൾ ഓഫ് പള്ളിച്ചട്ടമ്പി മൊത്തം ഒരു പടം മുഴുവൻ ഒറ്റ പാട്ടിൽ, അതായത് 2-2.5 മണിക്കൂറുള്ള പടം 2-2.5 മിനിറ്റിലുള്ള ഒരു പാട്ടിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ മരിക്കുന്നുണ്ട്, ആരൊക്കെ ജനിക്കുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം തന്നെ ഈ പാട്ടിൽ തന്നെ ഉണ്ട്. ആൻഡ് ജെയ്ക്സ് ബിജോയ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മിക്ക സിനിമയിലും ജെയ്ക്സ് ബിജോയാണ്. ഇപ്പൊ ഖലീഫ അലി ജെയ്ക്സ് ബിജോയ് ആണ് വരുന്ന പൃഥ്വിരാജിന്റെ സിനിമയിൽ. ഇനിയിപ്പോ വരുന്ന ദുൽഖറിന്റെ സിനിമയിൽ പൃഥ്വിരാജ് തന്നെയാണ് ഇപ്പൊ വരുന്ന സിനിമയിൽ, അതായത് അയാം ഗെയിമിൽ. പിന്നെ അതാണ് വരുന്നത്. ഇനിയും അങ്ങനെ കുറെ സിനിമകളിൽ ജെയ്ക്സ് ബിജോയ്ക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ജെയ്ക്സ് ബിജോയ് തന്നെയാണ് ഇപ്പൊ മലയാളത്തിൽ ഈ വൺ ഓഫ് ദ ഇപ്പൊ ഉള്ളതിൽ ഫൈനസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് ജെയ്ക്സ് ബിജോയ് തന്നെയാണ്. ഹിറ്റുകൾ കൂടുതലുള്ള, ട്രെൻഡിങ് കൂടുതലുള്ള, ഒരുപാട് ഫെയിമും കാര്യങ്ങളായിട്ടൊക്കെ വരുന്ന, ഒരു ഫേമസ് ആയിട്ടുള്ള സോങ്സും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ ജെയ്ക്സ് ബിജോയ് തന്നെയാണ്. അപ്പൊ ഇതും അതുപോലത്തെ ഒരു സോൾ ഓഫ് പള്ളിച്ചട്ടമ്പി ഒരു സോൾ പാട്ട് തന്നെയാണ്, നല്ലൊരു പാട്ട് തന്നെയാണ്, ഒരു സ്ലോ പാട്ടും കാര്യങ്ങൾ. പിന്നെ പടം കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ ഒരു പാട്ട് മൊത്തം കേട്ടോ. ഈ പാട്ട് തന്നെയാണ് ആ പടം.
പടം മുഴുവൻ ആ പാട്ടിൽ വെച്ചിട്ടുണ്ട്. എനിവേ സോൾ ഓഫ് വെള്ളച്ചട്ടമ്പി സോൾഫുൾ ആയിട്ടുണ്ട്.